ഹലോ, നിങ്ങൾക്കൊരു ഫാഷൻ ഡിസൈനർ ആവണോ? അതായത് ഒരു ഡ്രസ്സ് നമ്മൾ എംബ്രോയിഡറി, പെയിന്റിങ്, ആരി വർക്ക്, കട്ടിങ്, സ്റ്റിച്ചിങ്, പാറ്റേൺ മേക്കിംഗ് തുടങ്ങിയിട്ട് ഫാഷൻ ഡിസൈനർക്ക് വേണ്ട അത്യാവശ്യം എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ ആഗ്രഹമുണ്ടോ? അങ്ങനെയാണെങ്കിൽ നമ്മളെ ഇപ്പൊ തുടങ്ങിയിട്ടുള്ള ഈ ചാനലില് നമ്മള് ഫാഷൻ ഡിസൈനിങ്ങിനെ കുറിച്ച് ഞാൻ പഠിച്ചിട്ടുള്ള എനിക്കറിയാവുന്ന എല്ലാ കാര്യങ്ങളും വെച്ചിട്ട് അത്യാവശ്യം നല്ല ഡീറ്റെയിൽഡ് ആയിട്ട് എന്നെ പറഞ്ഞ് തരാൻ വേണ്ടിയിട്ട് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോ ഞാൻ മുന്നേ ഒരു ഷോർട്ട് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, അപ്പൊ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവുമല്ലോ. അപ്പോ ഫസ്റ്റ് വീഡിയോ ആണ് ഇന്ന് ചെയ്യുന്നത്. അപ്പോ ഞാൻ ജസ്റ്റ് നമ്മൾ ചെയ്യുന്ന ഇതിനെ കുറിച്ചൊരു ഇൻട്രോ പോലെ പറഞ്ഞുതരാം കേട്ടോ. അപ്പോ ഫസ്റ്റ് എന്ന് വെച്ചാല് നമ്മളിപ്പം നോർമലി ഇപ്പോൾ സ്റ്റിച്ചിങ് പഠിക്കാൻ പോവാ വെച്ചിട്ട് അതിൽ നമ്മൾ എന്താ പഠിക്കുന്നത്? കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ആണ് പഠിക്കുന്നത്. അപ്പൊ ഞാൻ ഉദ്ദേശിക്കുന്നത് നമ്മള് ഇപ്പം ഒരു ബൊട്ടിക് സ്റ്റൈലൊക്കെ ഡ്രസ്സ് ചെയ്യുകയാണെങ്കിൽ എന്ത് ചെയ്യും, അതിൽ നമ്മൾ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ഒക്കെ ചെയ്യുന്നതിന് മുന്നേ ത്രെഡ് വർക്ക്, പെയിന്റിങ്, ആരി വർക്ക്, അങ്ങനെ ഒരുപാട് വർക്കുകളുണ്ട്. ഞാനിപ്പോൾ ജസ്റ്റ് കുറച്ച് വർക്കുകളുടെ കാര്യം മാത്രമാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ ഫസ്റ്റ് അതിൽ എന്ത് വർക്കാണോ നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് ആ വർക്ക് കൊടുക്കും. അതിനുശേഷം അത് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യും. അങ്ങനെയാണ് നമ്മൾ നോർമലി ഡ്രസ്സുകൾ നമുക്ക് ലഭിക്കാറുള്ളത്. അപ്പോൾ നമ്മളിപ്പോ ഫസ്റ്റ് തന്നെ പഠിക്കാൻ പോകുന്നത് കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും അല്ല. നമ്മൾ അതിനേക്കാൾ മുന്നേ എന്ത് ചെയ്യണം? ആ ഡ്രസ്സിൽ ഏത് വർക്ക് കൊടുക്കണം എന്ന് തീരുമാനിക്കണം. ആ വർക്ക് എങ്ങനെ ചെയ്യണം നമുക്ക് അറിയണം. അതൊക്കെ നമ്മൾ പഠിക്കണ്ടേ? അപ്പം നമ്മൾ ഒരു ഡ്രസ്സിനെ മനോഹരമാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന വർക്കുകളില്ലേ, ഈ വർക്കുകൾക്ക് മൊത്തം പറയുന്ന പേരാണ് എന്ത്? സർഫേസ് ഓർണമെന്റേഷൻ. ഈ വർക്കുകളിലാണ് എന്ത് ഓരോ വർക്കുകളെ തരംതിരിച്ച് വെച്ചിട്ടുള്ളത്. അപ്പോ ആ തരംതിരിച്ച് വെച്ചതിൽ ഫസ്റ്റ് വരുന്നതാണ് എന്ത്? ഹാൻഡ് എംബ്രോയിഡറി. ഈ ഹാൻഡ് എംബ്രോയിഡറി തന്നെ ഒരുപാട് സ്റ്റിച്ചുകൾ നമുക്ക് ഒരു പക്ഷെ എണ്ണിയാൽ ഒതുങ്ങാത്തത്ര സ്റ്റിച്ചുകൾ ഇതിൽ വരുന്നുണ്ട്. അപ്പൊ അതില് നമുക്ക് അത്യാവശ്യം വേണ്ട ഒരു 10-60 സ്റ്റിച്ചോളം നമ്മൾ ഇതിൽ പറഞ്ഞു തരാന്ന് ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ ഓരോ സ്റ്റിച്ചുകളും ഓരോ വീഡിയോ ആയിട്ട് നമ്മൾ വളരെ ഡീറ്റെയിൽഡ് ആയിട്ടായിരിക്കും പറഞ്ഞു തരിക. അപ്പൊ അത് പഠിക്കാൻ ആഗ്രഹമുള്ള ആൾക്കാര് നമ്മളെ ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അങ്ങനെ പഠിക്കാനുള്ള ആൾക്കാർക്ക് എന്ത് ചെയ്യാം, നമ്മളെ ചാനലിൽ തുടർന്നുള്ള വീഡിയോകൾ കണ്ടാലേ നിങ്ങൾക്കൊരു ഫാഷൻ ഡിസൈനർ ആയിട്ട് മാറാട്ടോ. അത് കഴിയുമ്പോഴേക്കും നിങ്ങൾക്ക് ഏകദേശം എല്ലാ കാര്യങ്ങളും വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ പഠിച്ചെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. ഈ ഹാൻഡ് എംബ്രോയിഡറിയിൽ തന്നെ ഞാൻ ചെയ്തിട്ടുള്ള കുറച്ച് വർക്കുകൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു. അപ്പോ ഇത് നമ്മൾ ഓരോ സ്റ്റിച്ചുകളെ പേരാട്ടോ ഇതിന്റെ മുകളിൽ എഴുതിയിട്ടുള്ളത്. അപ്പോൾ ഇത് കുറച്ചെണ്ണം മാത്രമാണ് ഞാൻ കാണിക്കുന്നത്, ഫുള്ളായിട്ട് ഞാൻ കാണിക്കുന്നില്ല. ഫുള്ളായിട്ട് കാണിക്കുകയാണെങ്കിൽ ഒരുപാടുണ്ട്. ഇതൊക്കെയാണ് നമ്മൾ ചെയ്തിട്ടുള്ള കുറച്ച് വർക്കുകൾ. ഇത് സാറ്റിൻ സ്റ്റിച്ചാണ്. ഇതേണ്ടോ, ഇത് നിങ്ങൾക്ക് നോർമലി ഫില്ലിങ് പോലെ തോന്നും, പക്ഷെ ഇത് കുറച്ച് കഷ്ടപ്പാടുള്ള സ്റ്റിച്ചാ. ഇതുണ്ടില്ലേ, ഈ സ്റ്റിച്ച് ഉണ്ടോ, ബോക്സ് ആയിട്ട് നമ്മൾ ഈ മടയുന്ന മോഡലാണ് വരുന്നത്. സ്റ്റിച്ചിന്റെ പേര് തന്നെ വീവിങ് എന്നാണ്. ഇപ്പൊ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് ഏകദേശം ഒരു ധാരണ കിട്ടിയിട്ടുണ്ടാവും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇനി അങ്ങോട്ടുള്ള ക്ലാസ്സുകളിൽ ഓരോ സ്റ്റിച്ചായിട്ട് തുടങ്ങാം കേട്ടോ. പിന്നെ എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങളിപ്പോൾ എൻ്റെ വീഡിയോ കണ്ടിട്ട് വർക്കുകൾ ചെയ്യുന്നുണ്ടെങ്കിൽ ആ വർക്കുകൾ നിങ്ങൾ എനിക്ക് പേഴ്സണലായിട്ട് അയച്ചു തരിക. ആ വർക്കുകളൊക്കെ നമ്മൾ സ്റ്റോറിയൊക്കെ ഇടുന്നതായിരിക്കും കേട്ടോ. നിങ്ങൾ ചെയ്യുന്ന വർക്കുകളിന് നമ്മൾ ആഴ്ചയിൽ ബെസ്റ്റ് വർക്കുകൾ തിരഞ്ഞെടുത്തിട്ട് ആ വർക്കുകൾ നമ്മളെ ഇൻസ്റ്റ പേജിലും യൂട്യൂബിലൊക്കെ തന്നെ പോസ്റ്റും ചെയ്യുന്നതായിരിക്കും. കാരണം ഒരുപാട് ആൾക്കാർ ആഗ്രഹിച്ചിട്ട് ചെയ്യാന് പറ്റാത്ത, അല്ലെങ്കിൽ നമുക്കതിന് സാധിക്കാത്ത ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പൊ നിങ്ങൾ ചെയ്യുന്നത് അവർക്ക് കൂടെ ഒരു പ്രചോദനമായിട്ട് മാറും. പിന്നെ ഇത് ഫസ്റ്റ് ക്ലാസ് ആണെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പൊ മുന്നേ ക്ലാസ് എടുത്തിട്ടുള്ള പരിചയം നിങ്ങൾക്ക് ഏത് രീതിയിൽ പറഞ്ഞാലാണ് മനസ്സിലാവുക, അതൊന്നും എനിക്കറിയില്ല. അപ്പോൾ ഇത് കണ്ടിട്ട് നിങ്ങൾ പറയാ ഈ രീതിയിൽ തന്നെ തുടർന്നാൽ മതിയോ, അല്ലെങ്കിൽ ഇതിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണോ, നിങ്ങളെ അഭിപ്രായം എന്താ വെച്ചാൽ പറയാ. അത് വെച്ചിട്ട് എനിക്ക് പറ്റുന്ന രീതിയിൽ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് നമുക്ക് ക്ലാസ്സുകൾ മുന്നോട്ടേക്ക് പോവാട്ടോ. അപ്പം നിങ്ങളെ കാര്യങ്ങളൊക്കെ നിങ്ങൾ പറയാ. ഓക്കെ.